ഹലോ സ്റ്റുഡൻസ്, നമ്മളങ്ങനെ 9th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ പേസ് ഓഫ് ഇക്വേഷനിലെ ക്വസ്റ്റൻസ് ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പേജ് നമ്പർ 16 തേർഡ് ക്വസ്റ്റനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റൻ ആണ്. ഈ ക്വസ്റ്റൻ നമുക്ക് നോക്കാം. ഏജിൻ്റെ ക്വസ്റ്റൻ ആണ്. ഓക്കെ, സോ ക്വസ്റ്റൻ എന്താണെന്ന് നമുക്ക് വായിച്ച് തന്നെ മനസ്സിലാക്കാം. 4 years ago, റഹീംസ് ഏജ് വാസ് 3 times ദ ഏജ് ഓഫ് രാമു. ഓക്കെ, 4 വർഷങ്ങൾക്ക് മുമ്പ് എന്തു പറ്റി? റഹീമിൻ്റെ ഏജ് എന്ന് പറയുന്നത് 3 times ഓഫ് രാമു ആണ്. രാമുവിൻ്റെ ഏജിൻ്റെ 3 times ആണ്. അപ്പോൾ ആരാണ് മൂത്തത്? ഇവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ. റഹീം എന്ന് പറയുന്നത് 3 times ഓഫ് രാമു ആണ്. രാമു ചെറുതും റഹീം വലിയ ആളുമാണ് അല്ലേ. ഇനി ഇവിടെ പറയുന്നതാണ് ആഫ്റ്റർ 2 years കഴിയാൻ നേരത്ത് എന്ത് പറ്റും? ദിസ് വുഡ് ബിക്കം 2 times. റഹീമിൻ്റെ ഏജ് എന്ന് പറയുന്നത് രാമുവിൻ്റെ 2 times ആവും. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? വാട്ട് ആർ ദെയർ ഏജസ് നൗ? ഇപ്പോഴത്തെ ഏജാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തേത് കണ്ടുപിടിക്കേണ്ടതുകൊണ്ട് പ്രസൻറ്റ് ഏജിനെ നമുക്ക് എക്സും വൈ ഒക്കെ ആയിട്ട് എടുക്കാം. ഇവിടെ കുഞ്ഞാളാരാണ്? രാമു അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 3യുടെ ആൻസർ ആയിട്ട് എന്തെഴുതാം? ലെറ്റ്, നമ്മുടെ സ്ഥിരം സ്റ്റേറ്റ്മെൻറ്റ് ലെറ്റ് ചെയ്യുക. എന്നിട്ട് എന്തെഴുതുക? പ്രസൻറ്റ് ഏജ് അല്ലേ. നിങ്ങൾക്ക് പ്രസൻറ്റ് ഏജ് എന്ന് എഴുതാം. പ്രസൻറ്റ് ഏജ് ഓഫ് രാമു. ഓക്കെ, കുഞ്ഞാൾ രാമു. രാമുവിനെ നമ്മൾ ആദ്യം തന്നെ വേരിയബിൾ റെപ്രസെൻറ്റ് ചെയ്യുക, ബി എക്സ്. ആൻഡ് പ്രസൻറ്റ് ഏജ് ഓഫ് റഹീം നമുക്ക് എന്താ എഴുതാം? ബി വൈ എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെ രാമുവിൻ്റെ ഏജിനെ എക്സും റഹീമിൻ്റെ ഏജിനെ വൈയും ആയിട്ട് നമ്മൾ എഴുതി. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലൂടെ പറയുന്നത് നമുക്ക് എഴുതാൻ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ എന്തുവാ പറയുന്നത്? 4 years ago. നമുക്ക് അത് തന്നെ എഴുതാം, 4 വർഷങ്ങൾക്ക് മുമ്പ്. സോ 4 years ago ഇവിടെ എന്തുവാ പറയുന്നത്? റഹീമിൻ്റെ ഏജ്. സോ 4 വർഷങ്ങൾക്ക് മുമ്പ് റഹീമിൻ്റെ രാമുവിൻ്റെ ഏജ് എത്രയായിട്ട് മാറും? നമുക്ക് ഇവിടുന്ന് തന്നെ എഴുതാം. ഏജ് ഓഫ് രാമു എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇവിടെ രാമുവിൻ്റെ ഏജ് എക്സ്. 4 വർഷങ്ങൾക്ക് മുമ്പാകുമ്പോഴത്തേക്കും, ഇപ്പോൾ എക്സാമ്പിൾ പറയാം. ഇപ്പം ഒരു കൊച്ചിൻ്റെ ഏജ് എന്ന് പറയുന്നത് 10 ആണെന്ന് വെച്ചോ. 4 വർഷം മുമ്പ് അവൻ്റെ ഏജ് എത്രയായിരിക്കും? 10 4 മൈനസ് ചെയ്യണം. അപ്പോൾ എത്രയാവും? നമുക്ക് 6 കിട്ടും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ രാമുവിൻ്റെ ഏജ് എക്സ് ആണെങ്കിൽ എക്സിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? 4 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 4 വർഷം മുമ്പുള്ള ഏജ് കിട്ടും അല്ലേ. അതുപോലെ തന്നെ നമുക്കിങ്ങനെ എഴുതാം, ഏജ് ഓഫ് റഹീം അല്ലേ എന്ന് പറയുന്നത് എന്തുവാ? y - 4 ആയിരിക്കും. ഓക്കെ ആണോ ഇത്രയും? ഇനി 4 വർഷം മുമ്പ് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് എന്തുവാ? നമുക്കിങ്ങനെ ഒന്നുകൂടെ വായിക്കാം. റഹീംസ് ഏജ് വാസ് 3 times ദ ഏജ് ഓഫ് രാമു. രാമുവിൻ്റെ ഏജിൻ്റെ 3 times ആണ് റഹീമിൻ്റെ ഏജ്. അപ്പോൾ റഹീമിൻ്റെ ഏജ് ഇവിടെ എത്രയാടാ? y - 4. y - 4 എന്ന് പറയുന്നത് രാമുവിൻ്റെ ഏജ് എത്രയാ? എക്സ് - 4ൻ്റെ 3 times ആയിരിക്കും. സോ 3യും കൂടി ഇൻറ്റു ചെയ്യുമ്പോഴാണ് നമുക്ക് രാമുവിൻ്റെ ഏജ് കിട്ടുന്നത്. ഓക്കെ ആണോ? യാ. സോ ഇത് ഞാൻ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം. നമുക്ക് വാല്യൂസ് എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് ഞാനത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഐഡിയ കിട്ടും. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ആൻസർ ലൈക്ക് ഇക്വേഷനിലേക്ക് വരും. അപ്പോൾ നമുക്കിത് ഞാനിങ്ങനെ എഴുതുവാണ്, y - 4 ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 3 നമുക്ക് അകത്തേക്ക് കൊടുക്കാം. അല്ല, ഇങ്ങനെ ബ്രാക്കറ്റ് വന്നാൽ 3 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട്. ചെയ്യണം കേട്ടോ. അപ്പോൾ 3 × x എന്ന് വെച്ചാൽ എത്ര കിട്ടും? 3x - 3 × 4 എന്ന് വെച്ചാൽ നമുക്ക് 12 എന്ന് കിട്ടും. ഓക്കെ, അപ്പം നമുക്കിനി ഇതിനെ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് സോൾവ് ചെയ്യാം. നമുക്ക് വേരിയബിൾസിന് എല്ലാത്തിനും ഒരു സ്ഥലത്തേക്കും നമ്പേഴ്സിന് എല്ലാത്തിനും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ 3x ഇപ്പുറത്തേക്ക് കൊണ്ടുവരുവാണ്. ഈ -4 ഈക്വൽ ടു ഇപ്പുറത്തേക്ക് പോവാണ്. രണ്ടിൻ്റെ ഓപ്പോസിറ്റ് സൈൻ ആകും. സോ y ഇവിടെ 3 പോസിറ്റീവ് ആയിരുന്നു. സോ 3 നെഗറ്റീവ് ആവും. -3x ദാറ്റ് ഈസ് ഈക്വൽ ടു -12 ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഈ -4 ഇവിടെ പോകാൻ നേരത്ത് +4 ആകും. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ y - 3x ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് മൈനസ് ചെയ്ത ഒരു പോസിറ്റീവ് നമ്പർ ഒരു നെഗറ്റീവ് നമ്പർ ക്വസ്റ്റിനിൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം. സോ 12ൽ നിന്ന് 4 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 8 കിട്ടും. എന്നിട്ട് വലുതിൻ്റെ സൈൻ എന്തുവാ? നെഗറ്റീവ് അല്ലേ. നെഗറ്റീവ് അങ്ങ് ഇട്ട് കൊടുക്കണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. ഇക്വേഷൻ നമ്പർ 1 സെറ്റല്ലേ. ഇനി ഞാൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോവാണ്. ഇത് 4 വർഷം മുമ്പായിരുന്നു. ഓക്കെ, ഇനി അവർ പറയുന്നത് 4 വർഷം കഴിഞ്ഞിട്ടുള്ളതാണ്. ആഫ്റ്റർ 2 years എന്നതുപോലെ തന്നെ ആഫ്റ്റർ 2 years ആണെങ്കിൽ ഞാനിങ്ങനെ എഴുതുവാണ്, ആഫ്റ്റർ 2 years. സോ ആഫ്റ്റർ 2 years. ഓക്കെ,
ആഫ്റ്റർ 2 ഇയേഴ്സ് ആണെങ്കിൽ ഏജ് ഓഫ് രാമു, ഇതിൻ്റെ തന്നെ നേരെ എഴുതുക, ഞാൻ ഫുൾ എഴുതുന്നില്ല. ഏജ് ഓഫ് രാമു എന്ന് പറഞ്ഞാൽ എത്ര വരും? രാമുവിൻ്റെ ഏജ് എന്ന് പറയുന്നത് 2 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എക്സിൻ്റെ കൂട്ടത്തിൽ 2 കൂടെ പ്ലസ് ആവത്തില്ലേ അല്ലേ? ഇപ്പോൾ ഞാൻ പറയുവാണ് രാമുവിൻ്റെ ഏജ് 10 2 വർഷം കഴിയുമ്പോൾ അവൻ്റെ ഏജ് എത്രയാവും? 10ൻ്റെ കൂട്ടത്തിൽ 2 കൂടെ പ്ലസ് ചെയ്യണം, 12 വയസ്സാകും 2 വർഷം കഴിയുമ്പോൾ. അതുപോലെ തന്നെ എക്സ് ആണെങ്കിൽ എക്സിൻ്റെ കൂട്ടത്തിൽ 2 കൂടെ പ്ലസ് ചെയ്യണം. അതുപോലെ തന്നെ റഹീമിൻ്റെ ഏജ് എത്രയാവും? വൈയുടെ കൂട്ടത്തിൽ 2 കൂടെ പ്ലസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് ഇക്വേഷൻ എടുത്താലോ? നമുക്ക് ഇവിടെ പറയുന്ന ഒരു കാര്യത്തിലേക്ക് നമുക്ക് പോകാം. ഇപ്പോഴും നമുക്കിവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. എന്തുവാണ്? ആഫ്റ്റർ 2 ഇയേഴ്സ് കഴിയുമ്പോൾ ദിസ് വുഡ് ബിക്കം 2 ടൈംസ്. ഇതെന്ന് പറയുന്നത് 2 ടൈംസ് ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ പറയുന്ന വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ക്വസ്റ്റനിൽ പറയുന്നത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? നമ്മുടെ ആരുടെ ഏജാണ്? റഹീമിൻ്റെ ഏജ് എന്ന് പറയുന്നത്. സോ റഹീമിൻ്റെ ഏജ് 4+2 ആണ്. അതെന്ന് പറയുന്നത് രാമുവിൻ്റെ ഏജും അതിൻ്റെ 2 കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ, രാമുവിൻ്റെ ഏജിൻ്റെ കൂടെ 2 ഇൻറ്റു ചെയ്യുമ്പോഴാണ് നമുക്ക് റഹീമിൻ്റെ ഏജ് കിട്ടുന്നത്. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ രാമുവിൻ്റെ ഏജ് ഇൻറ്റു 2 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് റഹീമിൻ്റെ ഏജ് കിട്ടും. അല്ലെങ്കിൽ റഹീമിൻ്റെ ഏജ് എന്ന് പറയുന്നത് 2 ടൈംസ് ആണ്. 2 ടൈംസ് ഓഫ് രാമു, അല്ലെങ്കിൽ ഡബിൾ ഓഫ് രാമൂസ് ഏജ് ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നത്. നമുക്ക് ഇത് അതുപോലെ തന്നെ സോൾവ് ചെയ്യാം, നേരത്തെ പോലെ തന്നെ സോൾവ് ചെയ്യാം. സോ നമുക്ക് എന്ത് കിട്ടും? y+2 ഇസ് ഈക്വൽ ടു 2 അകത്തേക്ക് ഇൻറ്റു ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എത്രയാവും? 2 ഇൻറ്റു എക്സ് എന്ന് വെച്ചാൽ 2x, 2 ഇൻറ്റു 2 എന്ന് വെച്ചാൽ നമുക്ക് എത്ര കിട്ടും? 4 എന്ന് കിട്ടും. ഇനി നമുക്കിത് സോൾവ് ചെയ്യാം. നമുക്ക് എക്സിനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം, പിന്നെ നമ്പേഴ്സിന് എല്ലാത്തിനും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. സോ y - 2x ഇസ് ഈക്വൽ ടു 4. ഇവിടെ ഇപ്പുറത്തേക്ക് വന്നിട്ട് -2 ആകും. സോ നമുക്ക് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ y ഇതെല്ലാം എഴുതിയതിന് ശേഷം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 2 നമുക്ക് കിട്ടി. ഇനി ഈ ഇക്വേഷനിലേക്ക് നന്നായിട്ടൊന്ന് നോക്കി കഴിഞ്ഞാൽ ഇത് കണ്ടാടാ, ഇവിടെ നമുക്ക് നോക്കിയേ y, ഇവിടെ നമുക്ക് y, രണ്ടും സെയിം നമ്പേഴ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മൈനസ് ചെയ്ത് അങ്ങ് കൊടുത്താൽ പോരെ. നമുക്ക് വേറെ ഇൻഡ്യൂ ചെയ്തോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നേരത്തെ ക്വസ്റ്റനിൽ പോലെ ഇൻഡ്യൂ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റ് മൈനസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ മൈനസ് ചെയ്യാൻ പോവാണ്. 2 ഇക്വേഷൻ നന്നായിട്ട് ഒന്നുകൂടെ എഴുതിയിട്ട് മൈനസ് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പോൾ ഞാൻ നന്നായിട്ട് ഒന്നുകൂടെ എഴുതി, ഒരു ഇക്വേഷൻ മറ്റേ ഇക്വേഷൻ്റെ താഴത്തോട്ട് എഴുതി, എന്നിട്ട് 2 കൂടെ തമ്മിൽ എന്ത് ചെയ്യാൻ പോവാ? മൈനസ് ചെയ്യാൻ പോവാം. മൈനസ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇതിനകത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യണം. എന്ന് വെച്ചാൽ താഴത്തെ നമ്പേഴ്സിൻ്റെ ഓപ്പോസിറ്റ് സൈനിലേക്ക് മാറ്റണം. ഇവിടെ ഇതെന്തായിട്ട് മാറും? പോസിറ്റീവാണ്, നെഗറ്റീവായിട്ട് മാറും. ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് ഇത് പോസിറ്റീവ് ആകും, ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ആകും. അതിൻ്റെ സൈൻ എല്ലാത്തിൻ്റെയും ഓപ്പോസിറ്റ് ആക്കി ഞാൻ. ഇനി മൈനസ് ചെയ്യാൻ പോവാം. വൈയും കൂടെ അങ്ങ് 0 ആയിട്ട് മാറും. പിന്നെ ബാക്കിയുള്ള എന്തുവാ നോക്കിയടാ, ഇവിടെ 3 - 2 ചെയ്യുക. അപ്പം നമുക്ക് എത്ര കിട്ടും? 1 കിട്ടും. എന്ന് വെച്ചാൽ എക്സ് കിട്ടും. വലുതിൻ്റെ സൈൻ നെഗറ്റീവാണ്, സോ നെഗറ്റീവ് എക്സ് കിട്ടും. ഇത് 2 നെഗറ്റീവ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്ത് വലിയ നെഗറ്റീവ് ആക്കാം. അപ്പോൾ ഇത് 2 കൂടെ ആഡ് ചെയ്തേ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 3+2 എന്ന് വെച്ചാൽ നമുക്ക് 10 കിട്ടും. അത് വലിയ നെഗറ്റീവ് ആകും. സോ -10 ആണ് നമുക്ക് കിട്ടുന്നത്. 2 സൈഡിൽ നെഗറ്റീവ് ഉണ്ട്, അത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം, പോസിറ്റീവ് ആകും. സോ എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടി? നമുക്ക് +10 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കേണ്ടത്, സോ എക്സിൻ്റെ വാല്യൂ കിട്ടി. എക്സ് എന്ന് വെച്ചാൽ ആരായിരുന്നു? രാമുവിൻ്റെ ഏജ് കിട്ടി. അപ്പോൾ രാമുവിൻ്റെ ഏജ് എത്രയാണ്? 10 വയസ്സാണ്. നമ്മൾ പറഞ്ഞത് 10 വയസ്സെന്നല്ല, എക്സാമ്പിൾ എടുത്ത 10 വയസ്സ് തന്നെയാണ്. രാമുവിൻ്റെ ഏജ് 10 വയസ്സാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിനി എന്ത് ചെയ്യാം? നമുക്കിനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. രാമുവിൻ്റെ ഏജ് റഹീമിൻ്റെ ഏജ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ടിങ് എക്സ് ഇൻ, ഞാൻ ഇക്വേഷൻ 2ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. കാരണം 2ലാണ് കുറച്ചുകൂടെ എനിക്ക് നോക്കിയിട്ട് മൈനസ് ഒക്കെ കുറവുള്ള 2ലാണ്. സോ നെഗറ്റീവ് നമ്പേഴ്സ് വരാൻ കുറച്ച് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ഇക്വേഷൻ നമ്പർ 2 എടുക്കുവാണ്. സോ എന്തുവാടാ? y പ്ലസ് ആണോ മൈനസ് ആണോ? മൈനസ് ആണല്ലേ. -2x ഇസ് ഈക്വൽ ടു 2. അതിനകത്ത് എക്സിൻ്റെ സ്ഥലത്തേക്ക് ഞാൻ എന്ത് ചെയ്യണം? 10 ഇട്ട് കൊടുക്കണം. സോ y - 2 × 10 ഇസ് ഈക്വൽ ടു 2. y രണ്ടും കൂടി ഇൻറ്റു ചെയ്ത് അപ്പോൾ എത്ര കിട്ടും? -20 ഇസ് ഈക്വൽ ടു 2. സോ y ഇസ് ഈക്വൽ ടു ഈ -20 ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ എന്താവും? 2 + 20. സോ വൈയുടെ വാല്യൂ എത്ര കിട്ടി? നമുക്ക് 22 എന്ന് കിട്ടും അല്ലേ? y 22 കിട്ടി. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. therefore ഏജ് ഓഫ് രാമു എത്രയാ? 10 വയസ്സ്. ഏജ് ഓഫ് റഹീം 22 വയസ്സ്. ഓക്കെ, സോ ഇനി ഞാനൊന്ന് പറയാം. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നമുക്ക് എടുക്കാം. 4 years ago, 4 വർഷത്തിന് മുമ്പ് രാമുവിൻ്റെ ഏജ് എത്രയാടാ? 4 വർഷത്തിന് മുമ്പ് ആകുമ്പോഴത്തേക്കും മൈനസ് ചെയ്യണം അല്ലേ? 4 years നമുക്ക് ക്വസ്റ്റ്യൻ
നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിലേക്ക് പോകാം. 4 വർഷത്തിന് മുമ്പ് രാമുവിൻ്റെ ഏജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10 മൈനസ് 4 ആണ്. സോ നമുക്ക് എത്ര കിട്ടും? 10 മൈനസ് 4 എന്ന് വെച്ചാൽ നമുക്ക് 6 ആണ്. 6 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു റഹീമിൻ്റെ ഏജ് എത്രയാണ്? 22-ൽ നിന്ന് 4 ഇയേഴ്സ് മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 18 കിട്ടും. അപ്പോൾ ഇവിടെ പറയുന്നത് എന്തുവാ? രാമുവിൻ്റെ ഏജിൻ്റെ കൂടെ 4 ഇയേഴ്സ് അഗോ, അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ ഏജ് 4 ഇയേഴ്സ് അഗോ ഇത്രയോ ആണ്. അപ്പോൾ രാമുവിൻ്റെ ഏജിൻ്റെ 3 ടൈംസ് ആണ് റഹീമിൻ്റെ ഏജ് അല്ലേ? ആണ് അല്ലേ? 3 ഇൻറ്റു ചെയ്യുമ്പോൾ റഹീമിൻ്റെ ഏജിൻ്റെ കൂടെ 3 ഇൻറ്റു ചെയ്യുമ്പോഴാണ് നമുക്ക് 18 കിട്ടുന്നത് അല്ലേ? അതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ എഴുതിയത്. നോക്കിയാൽ ഇവിടെ എഴുതിയത് അതാണ് കണ്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ രാമുവിൻ്റെ ഏജ് എന്ന് പറയുന്നത് ഇൻറ്റു 3 ചെയ്യുമ്പോൾ റഹീമിൻ്റെ ഏജ് y-4 എന്ന് കിട്ടും അല്ലേ? ഇനി ആഫ്റ്റർ 2 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ രാമുവിൻ്റെ ഏജ് എത്രയാണ്? 12 ആണ്. റഹീമിൻ്റെ ഏജ് എത്രയാണ്? 24 ആണ്. 22 + 2 അല്ലേ? അപ്പോൾ ഇവിടെ രണ്ടുപേരുടെ ഏജിൻ്റെ കൂടെ +2 ഞാൻ ചെയ്തപ്പോഴത്തേക്കും നോക്കിയേ, രാമുവിൻ്റെ ഏജിൻ്റെ കൂടെ 2 ഇൻറ്റു ചെയ്യുമ്പോൾ എനിക്ക് റഹീമിൻ്റെ ഏജ് കിട്ടും. അവിടെ തന്നെ നമ്മൾ എഴുതിയേക്കുന്നത് എന്തോ നോക്കിയേ കണ്ടോ, y+2 എന്ന് പറയുന്നത് നമുക്ക് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു x+2 ആണ്. 2 ഇൻറ്റു ഇത് കൊടുക്കണം അല്ലേ? സോ നമുക്ക് കറക്റ്റായിട്ടുള്ള സംഭവമാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അല്ലേ? സോ ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റനിൽ പറഞ്ഞേക്കുന്നത്. ഇതിലൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റനിൽ അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് കാണാം. താങ്ക് യു.